മോണ്ടിസോറി മെത്തേഡ്സ് ആൻഡ് ഫിലോസഫി എന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് മെത്തേഡ്സ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരുപാട് പ്രാക്ടിക്കൽ ആക്ടിവിറ്റികൾ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽസ് ആൻഡ് ആക്ടിവിറ്റീസ്, ഒരു മോണ്ടിസോറി മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ ടീച്ചർ ടു ഇൻട്രൊഡ്യൂസ് ദ മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. ദിസ് ഡെമോൺസ്ട്രേഷൻ യൂസിങ് ദ മോണ്ടിസോറി ആക്ടിവിറ്റീസ് ഷുഡ് ബി വെരി സിസ്റ്റമാറ്റിക്. അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, സ്ലോ ആയിരിക്കണം, ഇൻവൈറ്റിംഗ് ആയിരിക്കണം. ഇൻവൈറ്റിംഗ് ദ അറ്റൻഷൻ, അത് അറ്റൻഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ, കുട്ടിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ, വളരെ സ്ലോ ആയി, വളരെ ഫാസ്റ്റായിട്ട് നമ്മളൊന്നും ചെയ്യരുത്. വളരെ സ്ലോ ആയി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം നാം എന്ത് ചെയ്യേണ്ടത്, അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ആൻഡ് കീൻ ഒബ്സർവേഷൻ ഓഫ് ദ ചൈൽഡ് ടു ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിയുടെ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധ തിരിച്ച്, ശ്രദ്ധ ആ കുട്ടിയുടെ ഭാഗത്ത് തന്നെ കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഈ മോണ്ടിസോറി മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ നമുക്ക് തോന്നിയതുപോലെ ഒരു മെറ്റീരിയൽ അവിടെ വെച്ചിട്ട് നീ ചെയ്തോ അല്ലെങ്കിൽ കുട്ടി ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന ട്രഡീഷണൽ മെത്തേഡ് ഇവിടെ പറ്റില്ല. വളരെ സ്ലോ ആയി, വളരെ സിസ്റ്റമാറ്റിക്കായി, അറ്റൻഷൻ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വേണം അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. പ്രസൻറ്റേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഹൗസ് ഓഫ് ചിൽഡ്രൻ. ഇനി കുട്ടികളെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? പ്രസൻറ്റേഷൻ ഹെൽപ്പ് ദ ചൈൽഡ് ടു ഡെവലപ്പ് ആൻ ഇമേജ് ഓഫ് പെർഫെക്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മീനിങ് ഓഫ് ദ ആക്ടിവിറ്റി ടു കൺട്രോൾ ഹിസ് എറർ. ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടി കൃത്യമായി അതിൻ്റെ ഇമേജ്, നമ്മളിങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടി അതിൻ്റെ ഇമേജ് ആ കുട്ടിയുടെ ബ്രെയിനിൽ കൊണ്ടുപോയി നോക്കും. എന്നിട്ട് തെറ്റുകൾ വരാത്ത രീതിയിൽ ആ കുട്ടി അതിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇറ്റ് ഹെൽപ്സ് എ ചൈൽഡ് ടു ചൂസ് ഹിസ് ആക്ടിവിറ്റി ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ്. അത് മാത്രമല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്, ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല കുട്ടി പ്രവർത്തിക്കുന്നത്. പ്രസൻറ്റേഷൻ ഷുഡ് ബി ആസ് ബ്രീഫ് ആസ് പോസിബിൾ. അത് ചുരുക്കി പ്രസൻറ്റ് ചെയ്യണം. വളരെ ദീർഘ രീതിയിലുള്ള വളച്ചു കെട്ടില്ലാത്ത പ്രസൻറ്റേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ വളരെ നീണ്ടു പോകുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ പറ്റില്ല. ബ്രീഫായിട്ടായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈപ്സ് ഓഫ് പ്രസൻറ്റേഷൻ, 3 രീതിയിലുള്ള പ്രസൻറ്റേഷൻ ഉണ്ട്. ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ, ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ, കളക്റ്റീവ് പ്രസൻറ്റേഷൻ. വൺസ് മോർ, 3 രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ചൈൽഡ് അറ്റൻഡൻസ്, ഒരു കുട്ടിക്ക് മാത്രം നമ്മൾ പ്രസൻറ്റേഷൻ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ ആവുന്നത്. ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെൻ മോർ ദാൻ വൺ ചൈൽഡ് അറ്റൻഡ്സ്, ഒന്നിൽ കൂടുതൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അത് ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ ആവുന്നത്. കളക്റ്റീവ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കമ്മ്യൂണിറ്റി ആർ ഇൻവൈറ്റഡ് ആൻഡ് മജോറിറ്റി അറ്റൻഡ്സ്. എല്ലാ കുട്ടികളെയും ഒരുമിച്ച് വിളിച്ച് അതിൽ മജോറിറ്റി ഭൂരിഭാഗം വരുന്ന കുട്ടികളും അറ്റൻഡ് ചെയ്ത് നമ്മൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ കളക്റ്റീവ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആക്ടിവിറ്റികളും അങ്ങനെ തന്നെയാണ്. ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്, 3 രീതിയിലുള്ള ആക്ടിവിറ്റികളുണ്ട്. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി, ഇറ്റ് ക്യാൻ ബി പ്രസൻറ്റഡ് ആസ് ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ. അതൊരു ഇൻഡിവിജ്വലിന് മാത്രം ഉപകാരപ്പെടുന്ന ആക്ടിവിറ്റികളായിരിക്കും, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ആയിരിക്കും. ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ ആൻഡ് കളക്റ്റീവ് പ്രസൻറ്റേഷൻ അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ചിൽഡ്രൻ, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് സൈസ് ഓഫ് മൂവ്മെൻറ്റ്സ്. ഗ്രൂപ്പ് ആക്ടിവിറ്റികളും കളക്റ്റീവ് ആക്ടിവിറ്റികളും എല്ലാം തന്നെ നമ്മുടെ കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, മെറ്റീരിയലുകളുടെ ലഭ്യതക്കനുസരിച്ച്, മൂവ്മെൻറ്റുകളുടെ സൈസുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം.
ഗ്രൂപ്പ് ആക്ടിവിറ്റിയും കലക്റ്റീവ് ആക്ടിവിറ്റിയും എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ബട്ട് കലക്റ്റീവ് ആക്ടിവിറ്റി ക്യാൻ ഓൺലി ബി പ്രസൻറ്റഡ് ആസ് കലക്റ്റീവ് പ്രസൻറ്റേഷൻ. കലക്റ്റീവ് ആക്ടിവിറ്റിയെ ഒരു കലക്റ്റീവ് പ്രസൻറ്റേഷനായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു കലക്റ്റീവ് ആക്ടിവിറ്റി ഒരാൾക്ക് ഒറ്റക്ക് കൊടുക്കാൻ പാടില്ല എന്നും കൂടി പ്രസൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഇനി വളരെ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, എണ്ണി വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. തിങ്സ് ടു റിമെമ്പർ വെൻ പ്രസൻറ്റിംഗ് ദ മോണ്ടിസോറി ആക്ടിവിറ്റി. മോണ്ടിസോറി ആക്ടിവിറ്റീസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻവൈറ്റ് ദ ചൈൽഡ് ടു പാർട്ടിസിപ്പേറ്റ്. ഇൻവൈറ്റ് ആണ്, നോട്ട് ദ പോയിന്റ്. കുട്ടിയെ ക്ഷണിക്കുക. എന്താണ് പറയുന്നത്? ആസ് സിമ്പിൾ ആസ് ദിസ് സീംസ് ദർ ഈസ് എ വേൾഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ബീയിങ് ഇൻവൈറ്റഡ് ടു വർക്ക് ആൻഡ് ബീയിങ് ടോൾഡ് ടു ഡു ഇറ്റ്. കുട്ടിയെ അത് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നതും ചെയ്യാൻ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻവൈറ്റ് ചെയ്യണമെന്നാണ്. എനി മൈൽഡ് മ്യൂസിക് ഓർ അറ്റൻഷൻ ക്യാച്ചിങ് സൗണ്ട്സ് മേ ബി പ്രൊഡ്യൂസർ ആസ് മോട്ടിവേറ്റിംഗ് ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷന് വേണ്ടി നല്ല ഏതെങ്കിലും മ്യൂസിക്കോ ശബ്ദമോ എന്തെങ്കിലും പുറപ്പെടുവിക്കാം. വി ഷുഡ് മെൻഷൻ വാട്ട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി വി ആർ ഗോയിങ് ടു ഷോ ദം. ഏത് രീതിയിലുള്ള ആക്ടിവിറ്റിയാണ് കാണിക്കാൻ പോകുന്നത് എന്നും അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് വെൻ ഇൻവൈറ്റിംഗ് ഓർ സ്പീക്കിംഗ് ടു ദ ചൈൽഡ്. കുട്ടികളെ ക്ഷണിക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും ഐ കോണ്ടാക്റ്റ്, കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കുക. ഐ കോണ്ടാക്റ്റ് വെച്ചുകൊണ്ടേയിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് റെസ്പെക്ട്ഫുള്ളി ടെൽസ് ദ ചൈൽഡ് ദാറ്റ് ഹി ഹാസ് യുവർ അൺഡിവൈഡഡ് അറ്റൻഷൻ. നമ്മൾ കണ്ണിൽ തന്നെ നോക്കുക. കണ്ണ് നോക്കി ഇരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലാകും ടീച്ചർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻ റിട്ടേൺ ദ ചൈൽഡ്സ് ഐസ് ടെൽസ് യു ദാറ്റ് ദ ചൈൽഡ് ഈസ് റെഡി ടു ലേൺ. കുട്ടികളുടെ കണ്ണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കുട്ടി പഠിക്കാൻ തയ്യാറാണ്. മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രസൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഷോ, കാണിച്ചു കൊടുക്കുക. നോട്ട് ടെൽ, പറഞ്ഞു കൊടുക്കേണ്ടയില്ല. യൂസ് ദ ഫീവസ്റ്റ് നമ്പർ ഓഫ് വേർഡ്സ് പോസിബിൾ ഡ്യൂറിങ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സംസാരിക്കരുത്. ടീച്ചർ സംസാരിക്കരുത്. ദ ചൈൽഡ്സ് ഫോക്കസ് ഷുഡ് ബി ഓൺ ദ മെറ്റീരിയലിലേക്കായിരിക്കണം കുട്ടിയുടെ ശ്രദ്ധ. ആൻഡ് ദ പ്രസൻറ്റേഷനിലേക്കായിരിക്കണം ശ്രദ്ധ. നോട്ട് ഓൺ യുവർ വേർഡ്സ്. ടീച്ചറുടെ വാക്കുകളിലാവരുത്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നതിന് പകരം പ്രസൻറ്റേഷനാണ് ഇമ്പോർട്ടൻസ്. മറ്റൊരു കാര്യം, പ്രസൻറ്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് നിന്ന് തുടങ്ങണമെന്നാണ്. ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് മോണ്ടിസോറി മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ടും. ഓൾ പ്രസൻറ്റേഷൻസ് മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ ആസ് ആൻ ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് വെസ്റ്റേൺ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് ടു റൈറ്റും ടോപ്പ് ടു ബോട്ടം എന്നൊരു സിസ്റ്റം തന്നെ ഉപയോഗിക്കണം. മറ്റൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സിറ്റ് ഓൺ ദ ചൈൽഡ്സ് ഡോമിനൻറ്റ് സൈഡ്. കുട്ടിയുടെ ഡോമിനൻ്റ് ആയ സൈഡിൽ ഇരിക്കാൻ ശ്രമിക്കണം. കാരണം കുട്ടിക്ക് നമ്മെ കാണാൻ പറ്റുന്ന സൈഡിൽ ഇരിക്കണം. ദിസ് വേ ദ ചൈൽഡ് ക്യാൻ വാച്ച് ആൻഡ് കോപ്പി യുവർ എക്സാക്ട് മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് കൃത്യമായി നമ്മുടെ മൂവ്മെൻറ്റ്സ് കുട്ടിക്ക് കാണാൻ പറ്റണം. യൂസ് സ്ലോ ഡെലിബറേറ്റ് മൂവ്മെൻറ്റ്സ്. വളരെ സ്ലോ ആയിട്ടും ഡെലിബറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളായിരിക്കണം. അറിഞ്ഞുകൊണ്ടുള്ള മൂവ്മെൻറ്റ്, അറിയാത്തെന്നും നമ്മളെ എല്ലാ മൂവ്മെൻറ്റും അറിഞ്ഞുകൊണ്ടായിരിക്കണം. യൂസ് സ്ലോ, വളരെ സ്ലോ ആയിരിക്കണം. ഓൾദോ യു മേ ഹാവ് ഡൺ ദിസ് പ്രസൻറ്റേഷൻ 100 times. നമ്മൾ ചില സമയത്ത് ടീച്ചർ ഈ പ്രസൻറ്റേഷൻ 100 പ്രാവശ്യം ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് മടിയുണ്ടാവരുത്. നമ്മൾ 100 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ബാൻഡ് ന്യൂ ടു ദ ചൈൽഡ്. ആ കുട്ടിക്ക് ഇത് പുതിയതാണ്. സ്ലോ ഡൗൺ സോ ഹി ക്യാൻ വാച്ച് യുവർ എക്സാക്ട്നെസ്. അപ്പോൾ നമ്മൾ 100 പ്രാവശ്യം ചെയ്തിട്ട് മടി പിടിച്ചിട്ട് വേഗം ചെയ്യടാ എന്ന് പറയുന്നതിന് പകരം കുട്ടിക്കിത് പുതിയതാണ്. റിപ്പീറ്റീഷൻ ഇൻക്രീസസ് സക്സസ്. പിന്നെ എത്രമാത്രം നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും സക്സസ് ഉണ്ടാകും. ദ ചൈൽഡ് വിൽ നോട്ട് പെർഫോം ദ ആക്ടിവിറ്റി വിത്ത് 100% ആക്യുറസി ദ ഫസ്റ്റ് ടൈം. 100% ആക്യുറസി ഉണ്ടാവില്ല. എൻകറേജ് ദം ടു യൂസ് ദ മെറ്റീരിയൽ
റിപ്പീറ്റഡ്ലി ടു ഇൻക്രീസ് ദെയർ മാസ്റ്ററി. വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി പറയാം. യൂസ് ദ 3 പീരിയഡ് ലെസൺ. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 പീരിയഡ് ലെസൺ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എന്താണ് 3 പീരിയഡ് ലെസൺ എന്ന് പറഞ്ഞാൽ? വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 3 പീരിയഡ് ലെസൺ. അവിടെ 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ഈസ്, ഷോ മീ, ടെൽ മീ. എന്താണ് ദിസ് ഈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻട്രൊഡക്ഷൻ. 3 പീരിയഡ് ലെസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻട്രൊഡക്ഷൻ, ആദ്യം മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇത് ഇന്നതാണ്. രണ്ടാമത്തത് 3 പീരിയഡ് ലെസണിൽ രണ്ടാമത്തത് റെക്കഗ്നീഷൻ ആണ്. ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം കുട്ടി മനസ്സിലാക്കുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു. ആൻഡ് റീകോൾ. മൂന്നാമത്തത് ടെൽ മീ, എന്നോട് പറയൂ. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം നമ്മളൊരു ആക്ടിവിറ്റി കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ ദിസ് ഈസ് സൗണ്ട് ബോക്സ്, ഇത് സൗണ്ട് ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ കുട്ടി ഇത് സൗണ്ട് ബോക്സ് ആണ് എന്ന് ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഷോ മീ സൗണ്ട് ബോക്സ്. അപ്പോൾ സൗണ്ട് ബോക്സ് ഏതാണെന്ന് കാണിക്കുമ്പോൾ കുട്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടി മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലായി. റീകോൾ ചെയ്യുക, ടെൽ മീ, യെസ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് സൗണ്ട് ബോക്സ്, കുട്ടി പറയും. ഇപ്പോൾ 3 പീരിയഡ് ലെസൺ. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, സെക്കൻഡ്ലി കുട്ടി റെക്കഗ്നൈസ് ചെയ്യുന്നു, മൂന്നാമത്തത് റീകോൾ ചെയ്യുന്നു. ദിസ് ഈസ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, ദിസ് ഈസ് സൗണ്ട് ബോക്സ്. ഷോ മീ എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ആണ്, ഷോ മീ സൗണ്ട് ബോക്സ്. ടെൽ മീ എന്ന് പറയുന്നത് റീകോൾ ആണ്, എന്നോട് പറയൂ. ചിൽഡ്രൻ നീഡ് റിപ്പീറ്റഡ് എക്സ്പോസർ ടു ന്യൂ വൊക്കാബുലറി ടു മേക്ക് ഇറ്റ് പാർട്ട് ഓഫ് ദെയർ റെപ്പറേറ്റർ. എന്താണ്? നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ പുതിയ പുതിയ വേർഡുകളെല്ലാം കുട്ടിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുള്ളൂ. വെൻ പ്രസൻറ്റിങ് ന്യൂ വൊക്കാബുലറി ആൻഡ് കോൺസെപ്റ്റ് യൂസ് ദ 3 പീരിയഡ് ലെസൺ. 3 പീരിയഡ് ലെസൺ വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്റ്റോപ്പ് ആൻഡ് പുട്ട് ഇറ്റ് എവേ. നിർത്തുക, കളയുക. എപ്പോൾ? ഇഫ് ദ ചൈൽഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഓർ ഈസ് മേക്കിംഗ് മിസ്റ്റേക്സ്. ഒരു കുട്ടി ഒരു മെറ്റീരിയൽ ഇൻട്രസ്റ്റ് അല്ല, തെറ്റുകൾ വരുത്തുന്നുണ്ടെങ്കിൽ പുട്ട് ദ ആക്ടിവിറ്റി അവേ, അത് മാറ്റുക. ദർ വിൽ ബി അനദർ ഓപ്പർച്യൂണിറ്റി ടു പ്രസൻറ്റ് ഇറ്റ് ലേറ്റർ. കുട്ടിക്ക് അത് ചെയ്യാൻ മറ്റൊരു അവസരം പിന്നീട് കൊടുക്കാം. സ്റ്റോപ്പ് ബിഫോർ യു ആൻഡ് ദ ചൈൽഡ് ബിക്കം ഫ്രസ്ട്രേറ്റഡ്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യാതെ. സ്മൈൽ ആൻഡ് റിലാക്സ്. വാച്ചിങ് ചിൽഡ്രൻ ഡെവലപ്പ് ആൻഡ് ലേണിംഗ് ഈസ് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ്. ഇപ്പോഴും ഒരു പുഞ്ചിരിയോടെ റിലാക്സ്ഡ് മൈൻഡോട് കൂടി വേണം പ്രസൻറ്റേഷനുകൾ നടത്താൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്കോപ്സ് ഓഫ് ലേണിംഗ് ഇൻ മോണ്ടിസോറി അപ്രോച്ചസ്. നമ്മൾ മോണ്ടിസോറി അപ്രോച്ചുകളിൽ നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മോണ്ടിസോറി അപ്രോച്ചുകളിൽ പഠിക്കുന്നുണ്ട്. മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് മെത്തേഡുകളിലൂടെ പഠിക്കുന്നുണ്ട്. ദ കരിക്കുലം ഏരിയ ആർ യൂണിവേഴ്സൽ എക്സെപ്റ്റ് ഫോർ ദ പ്രാക്ടിക്കൽ ലൈഫ്. ഈ മോണ്ടിസോറിയിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകത്ത് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസുകൾ മാത്രം എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും പല സംവിധാനങ്ങളായിരിക്കും. കേരളത്തിലെ ജനങ്ങളാണ് കൈകൊണ്ട് അലക്കുക. ജപ്പാനിലോ US-ലെല്ലാം പോയി കഴിഞ്ഞാൽ കൈകൊണ്ട് അലക്കുന്ന സംവിധാനമില്ല, അവിടെയൊക്കെ മെഷീനാണ് ഉപയോഗിക്കുന്നത്. അത് പ്രാക്ടിക്കൽ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലും ഓരോ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ ലൈഫ് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാത്തത്. ഇപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതിപ്പോൾ എല്ലാ രാജ്യത്തും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത് യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ EPL ആക്ടിവിറ്റി മാത്രമാണ് യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് പ്രധാനമായും ദ മെയിൻ ഏരിയാസ് ഓഫ് മോണ്ടിസോറി കരിക്കുലം, മോണ്ടിസോറിയിൽ പഠിപ്പിക്കുന്ന കാര്യം എന്തെല്ലാണ്? ഏർലി പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി, പ്രാക്ടിക്കൽ ലൈഫ്, ഷൂ കെട്ടുക എല്ലാം പഠിക്കും നമ്മൾ എന്തൊക്കെയാണെന്ന്. സെൻസോറിയൽ, ചിന്താപരമായത്. ലാംഗ്വേജ്, ഭാഷാപരമായത്. മാത്തമാറ്റിക്സ്, കണക്ക് പരമായത്. കൾച്ചർ, ജിയോഗ്രഫി, സോളജി, ബോട്ടണി, മ്യൂസിക്, ആർട്ട് ആൻഡ് യോഗ ഒക്കെ കൾച്ചർ പരമായ കാര്യങ്ങൾ പഠിപ്പിക്കുക. അതർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, മ്യൂസിക്, ഡ്രാമാറ്റിക് ആർട്സ്, വിഷ്വൽ ആർട്സ്, കുക്കിംഗ്.
ഇതെല്ലാം മോണ്ടിസോറി ഫിലോസഫിയിൽ വരുന്നതാണ്. നമുക്ക് ഓരോന്നും നോക്കാം. ഏർലി പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്, നേരത്തെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. EPL ആക്ടിവിറ്റി, ഏർലി പ്രാക്ടിക്കൽ ലൈഫ് അല്ലെങ്കിൽ എക്സസൈസസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. എന്തൊക്കെയാണ്? സിമ്പിൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ. എന്താണ്? പവറിങ് വാട്ടർ ഫ്രം എ ജഗ്, ഒരു ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിക്കുക. സ്പൂണിൽ വെള്ളം ഇങ്ങനെ കോരുക. ഒരു മാറ്റ് റോൾ ചെയ്യുക, അൺറോൾ ചെയ്യുക. ഇത് കുട്ടികൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, കുട്ടികൾ കണ്ടും കേട്ടും വളർന്ന ആക്ടിവിറ്റി ആയിരിക്കും. അത് അവരുടെ ജീവിതത്തിൽ ഡെയിലി കണ്ടിട്ടുള്ള ആക്ടിവിറ്റികളായിരിക്കും. അപ്പോൾ അത്തരമുള്ള ഏർലി പ്രാക്ടിക്കൽ ലൈഫ്. അപ്പോൾ ശരിക്കും ഈ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എന്തിനാണ്? അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് ഡെവലപ്പ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, ഇതെല്ലാം കൂടുന്നതാണ് കുട്ടികൾക്ക്. ഫിസിക്കൽ കോർഡിനേഷൻ ഓഫ് ദ ചിൽഡ്രൻ, ഇതെല്ലാം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് EPL ആക്ടിവിറ്റി പഠിപ്പിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ, ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധ ഇത് മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം ആക്ടിവിറ്റികളുണ്ട് അതിൽ. അതേപോലെ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഇപ്പോൾ ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു സെൽഫ് എസ്റ്റീമും ലഭിക്കുന്നതിന് വേണ്ടി the children also acquire social awareness that enables them to interact and cooperate with other children when they are working together in the classroom environment. ഇപ്പോൾ തീർച്ചയായും ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരാണ് ഈ പ്രത്യേകമായിട്ടും ഈ EPL ആക്ടിവിറ്റികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം ആക്ടിവിറ്റികൾ അവർക്ക് ഉപയോഗപ്പെടും. മറ്റൊന്നാണ് സെൻസോറിയൽ ആക്ടിവിറ്റി. സെൻസറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്, 5 സെൻസുകളുണ്ട്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻസോറിയൽ ആക്ടിവിറ്റി ഉപയോഗിക്കുന്നത്. 5 സെൻസസ് കുട്ടികളുടെ, അതിനുവേണ്ടി കളറുകൾ, ടെക്സ്ചർ, സൈസ്, വെയിറ്റ്, സൗണ്ട്, സ്മെൽ, ഡയമെൻഷൻസ്, ഇതെല്ലാം കുട്ടിയെ തിരിച്ചറിയിക്കാനുള്ള ആക്ടിവിറ്റിയാണ്. ഏതാണ് സൗണ്ട് ഇങ്ങനെ സൗണ്ട് ബോക്സ് ഒക്കെ ഉണ്ട്, അതിങ്ങനെ കുലുക്കി നോക്കുമ്പോൾ ശബ്ദം കേട്ടാൽ തിരിച്ചറിയുന്നുണ്ടോ? സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹാർഡ്, സോഫ്റ്റ്, ഏതാണ് വെയിറ്റ് ഉള്ളത്, ഏതാണ് വെയിറ്റ് ഇല്ലാത്തത്, ഏതാണ് ഹൈറ്റ് കൂടിയത്, ഏതാണ് ഹൈറ്റ് കുറഞ്ഞത്, ഏതാണ് വലുത്, ഏതാണ് ചെറുത്. The children's manipulation of the sensorial material develops essential skills such as differentiation, വലുതേത് ചെറുതേത്, ജഡ്ജ്മെൻറ്റ്, ഏതാണ് സോഫ്റ്റ് ഏതാണ് ഹാർഡ്, ഇതെല്ലാം പഠിക്കും അതിൽ. അപ്പോൾ സെൻസോറിയൽ ആക്ടിവിറ്റി എന്തൊക്കെയാണ്, എന്തിനാണ്? ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സെൻസോറിയൽ ആക്ടിവിറ്റീസ് സെൻസോറിയൽ ആക്ടിവിറ്റികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മെച്ചം ഉണ്ടാവുക? സെൻസോറിയൽ ഇംപ്രഷൻ. ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടിയുടെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. ടു ബി യൂസ്ഡ് ഫോർ മാച്ചിങ്, പെയറിങ്, സോർട്ടിങ്, സീക്വൻസിങ്, മാച്ച് ചെയ്യാൻ, പെയർ ചെയ്യാൻ, സോർട്ട് ചെയ്യാനൊക്കെ അവർ പഠിക്കും. അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് 1-to-1 കറസ്പോണ്ടൻസ്, സീരിയേഷൻ, സീരിയലായിട്ടത് 1/1 ആയിട്ട് വെക്കാനൊക്കെ പഠിക്കുന്നത് ശരിക്കും ജിയോമെട്രി, ആൾജിബ്ര എന്നൊക്കെ പറയുന്ന ഷേപ്പുകളൊക്കെ വെച്ച് പഠിക്കുന്ന സമയത്ത് അതൊക്കെ വരുന്നതാണ്. ഡെവലപ്പ് ഡിക്സ്റ്റീരിറ്റി ആൻഡ് ഐ ഹാൻഡ് കോർഡിനേഷൻ, കണ്ണും കയ്യും തമ്മിലുള്ള കോർഡിനേഷൻ, ഇതെല്ലാം ഈ സെൻസോറിയൽ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് 2 and 3 dimensional ഷേപ്സ്, 2 dimensional ഷേപ്പുകളും 3 dimensional ഷേപ്പുകളും അറിയാൻ. These sensorial materials provides the following learning opportunities for children between the age of 3 to 6 years. അപ്പോൾ ഇത്തരം സെൻസോറിയൽ മെറ്റീരിയലുകൾ എന്തൊക്കെ ഗുണം ചെയ്യും? ഒന്ന്, ഷേപ്പുകളെക്കുറിച്ച്, സൈസിനെക്കുറിച്ച്, അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കും. കളർ ബോക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രോമാറ്റിക് സെൻസുകൾ വളരാൻ വേണ്ടി സാധിക്കും.
ജിയോമെട്രി, ആൾജിബ്ര പോലുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിക്കും. പ്രസൻറ്റേഷൻ ട്രേ, ജിയോമെട്രിക് ക്യാബിനറ്റ്, കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ്, ഇതെല്ലാം തന്നെ ബൈനോമിയൽ ആൻഡ് ട്രിനോമിയൽ ക്യൂബ്സ്. അതേപോലെ ടാക്റ്റൈൽ സീന്, ടാക്റ്റൈൽ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രുചി മനസ്സിലാക്കാൻ വേണ്ടി ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടച്ച് ബോർഡുകൾ, ടച്ച് ടാബ്ലറ്റുകൾ, ടച്ച് ഫാബ്രിക്സുകൾ. പിന്നെ അതേപോലെ ആക്ടിവിറ്റീസ് ടു റിഫൈൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വെയിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി കട്ടി കൂടിയത്, കട്ടി കുറഞ്ഞത്. ആക്ടിവിറ്റീസ് ടു റിഫൈൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ വേണ്ടി. ആക്ടിവിറ്റീസ് ടു റിഫൈൻ ഓഡിറ്ററി സെൻസ്, സൗണ്ട് ബോക്സ്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേൾവി ശക്തി പരിശോധിക്കാൻ വേണ്ടി സൗണ്ട് ബോക്സുകൾ, മോണ്ടിസോറി ബെല്ലുകൾ. ആക്ടിവിറ്റീസ് ടു റിഫൈൻ സെൻസ് ഓഫ് സ്മെൽ അറിയാൻ വേണ്ടി അരോമ ഉപയോഗിക്കാം. ആക്ടിവിറ്റീസ് ടു റിഫൈൻ ദ സെൻസ് ഓഫ് ടേസ്റ്റ് അറിയാൻ വേണ്ടി പുളി, കയ്പ്പ്, എരിവ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത ആക്ടിവിറ്റികളാണ് ശരിക്കും ഈ ഒരു മോണ്ടിസോറിയുടെ വ്യത്യസ്ത തലങ്ങളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് സെൻസോറിയൽ, EPL ആക്ടിവിറ്റികൾ, ലാംഗ്വേജ്, മാത്തമാറ്റിക്കൽ, കൾച്ചറൽ എല്ലാ ആക്ടിവിറ്റികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആക്ടിവിറ്റികളെയും നമുക്ക് ചിലപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. സെൻസോറിയൽ ആക്ടിവിറ്റികൾ എന്തൊക്കെ കണ്ടെത്താം. സെൻസോറിയൽ തന്നെ ഓഡിറ്ററി, എന്തൊക്കെയാണ് ഓഡിറ്ററി ആക്ടിവിറ്റീസ്. അതേപോലെ തന്നെ ഓഡിറ്ററി അല്ലാതെ ടാക്റ്റൈൽ സെൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ടാക്റ്റൈൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ കണ്ടെത്തി പുതിയ ഓരോ ആക്ടിവിറ്റികളും കണ്ടെത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക.